ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ. ഈ മാഗ്നറ്റിസത്തിനകത്ത് നമുക്ക് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ഇലക്ട്രോമാഗ്നറ്റിസം, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് റൂൾ, MMF, ഫ്ലെക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, അതായത് മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ടേമുകൾ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, കപ്പാസിറ്റേഴ്സ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫോഴ്സ് ആണ്, ഇതൊരു ഫോഴ്സ് ഫീൽഡാണ്. അത് ചില മെറ്റീരിയൽസിന് മാത്രം കാണപ്പെടുന്ന ഒരു ഫോഴ്സ് ഓഫ് ഫീൽഡാണ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. എല്ലാ മെറ്റീരിയൽസിലും ഉണ്ടാവില്ല, ചില മെറ്റീരിയൽസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, മാഗ്നറ്റിസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫോഴ്സ് ഉള്ള, ഇത്തരത്തിൽ മാഗ്നറ്റിക് ഫോഴ്സ് അക്വയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ള ആളിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക്സ്. മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ള ആളിനെ പറയുന്ന പേരാണ് മാഗ്നറ്റ്സ്. അപ്പോൾ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിസം, മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ള ആളാണ് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് രീതിയിലാണ് മാഗ്നറ്റുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് നാച്ചുറൽ മാഗ്നറ്റ്സും, രണ്ടാമത്തത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സും. നാച്ചുറൽ മാഗ്നറ്റ്സ്, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ മാഗ്നറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് നാച്ചുറൽ മാഗ്നറ്റ്സിൽ വരുന്നത്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ലോഡ് സ്റ്റോൺ. ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത് അയേണിൻ്റെ ഒരു കോമ്പൗണ്ട് ആണ്. ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ മാഗ്നറ്റ് ആണ്, നാച്ചുറലി അബൻഡന്റ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. ഇനി നാച്ചുറലി അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന മാഗ്നറ്റ്സിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. രണ്ടാമത്തത് പെർമനന്റ് മാഗ്നറ്റ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ഒരു ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, ഒരു പീസ് മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ട്, അതൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് സോഫ്റ്റ് അയൺ. സോഫ്റ്റ് അയൺ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ള അല്ലെങ്കിൽ മാഗ്നറ്റിസം അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് അയൺ. ഒരു സോഫ്റ്റ് അയൺ നമ്മൾ വെച്ചും കഴിഞ്ഞിട്ട് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു സോളിനോയിഡിലെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കറണ്ട് പാസ് ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ സോഫ്റ്റ് അയൺ വെക്കുകയാണെങ്കിൽ ഈ സോഫ്റ്റ് അയണിന് ഒരു മാഗ്നറ്റിസം അക്വയർ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ അക്വയർ ചെയ്യുന്ന മാഗ്നറ്റിസത്തിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സോളിനോയിഡിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ അല്ലെങ്കിൽ സോളിനോയിഡിൽ നമ്മൾ എനർജൈസ് ചെയ്തെടുക്കുന്ന കറണ്ടിനെ എപ്പോൾ നമ്മൾ ഒഴിവാക്കുന്നോ, ഏത് സമയം കറണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നോ, ഇതിനനുസരിച്ചിരിക്കും അതിന്റെ മാഗ്നറ്റിസം. അതായത് നമ്മൾ ആ സോളിനോയിഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ കട്ട് ചെയ്തു, ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ റിമൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ സോഫ്റ്റ് അയൺ പീസിന്റെ മാഗ്നറ്റിസം ലൂസ് ചെയ്യും, ആ സോഫ്റ്റ് അയണിന്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടും. അത്തരത്തിൽ നമ്മൾ എനർജൈസിങ് ക്വാണ്ടിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിസം നഷ്ടപ്പെടുന്ന മാഗ്നറ്റിസിനെയാണ് നമ്മൾ ടെമ്പററി മാഗ്നറ്റ്സ് അഥവാ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് നമ്മുടെ മോട്ടോറിനകത്തും ജനറേറ്ററിനകത്തും ഇലക്ട്രിക്കൽ മെഷീൻസിനകത്ത് ഏറ്റവും കൂടുതലായി നമ്മൾ യൂസ് ചെയ്യും. ക്ലിയർ? ഇനി രണ്ടാമത്തെ ടൈപ്പ് മാഗ്നറ്റ് ആണ് പെർമനന്റ് മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റിന് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന സോഫ്റ്റ് അയണിന് പകരം നമ്മൾ അവിടെ ഒരു റെസിഡുവൽ മാഗ്നറ്റിസം അക്വയർ ചെയ്യാൻ പറ്റുന്ന, റെസിഡുവൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എനർജൈസേഷൻ കൊടുത്ത സമയത്താണ് മാഗ്നറ്റ് ആയത്. ഇപ്പൊ ഞാൻ അതിന്റെ കറണ്ടിന്റെ ഫ്ലോ അല്ലെങ്കിൽ സപ്ലൈ എനർജൈസേഷൻ കട്ട് ചെയ്താലും ഇതിലെ മാഗ്നറ്റിസം അതിന് നിലനിർത്താൻ പറ്റുന്നതിനെയാണ് നമ്മൾ റെസിഡുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിലൂടെ ചെയ്യുന്നതെങ്കിൽ, എക്സാമ്പിൾ സ്റ്റീൽ. സ്റ്റീൽ മാഗ്നറ്റിസത്തിനെ പിടിച്ചു വെക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റീൽ നമ്മൾ ഒരു സോളിനോയിഡിനുള്ളിൽ പുറത്ത് സോളിനോയിഡ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത് മാഗ്നറ്റ് ആവും. അപ്പൊ നമ്മൾ കറണ്ട് ഫ്ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ഒരു റെസിഡുവൽ മാഗ്നറ്റിസം ഉണ്ടാവും. അപ്പൊ അത് പെർമനന്റ്ലി മാഗ്നറ്റ് ആയി.
അതായത് ഫസ്റ്റ് ടൈം മാത്രം നമ്മൾ എനർജൈസേഷൻ ചെയ്താൽ മതി, പിന്നീട് അത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. അത്തരത്തിലുള്ള മാഗ്നറ്റ്സ് ആണ് പെർമനന്റ് മാഗ്നറ്റ്സ്. ആ റെസിഡുവൽ മാഗ്നറ്റിസത്തിനെ അത് റിട്ടൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് റിട്ടന്റീവ്നെസ്. ആ റെസിഡുവൽ മാഗ്നറ്റിസത്തിനെ അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിനെ റിട്ടൈൻ ചെയ്ത് വെക്കാനുള്ള സ്റ്റീലിന്റെ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് റിട്ടന്റീവ്നെസ്. റെഡി? ഇപ്പൊ നോർമലി പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റീല്, രണ്ടാമത് നിക്കൽ, പിന്നെ അൽനിക്കോ, ഇതൊരു അലോയ് ആണ് അൽനിക്കോ എന്ന് പറയുന്നത്, ടങ്സ്റ്റൺ, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം ഇത്തരം മെറ്റീരിയലുകളുടെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിന് വളരെ വലിയ ഒരു റിട്ടന്റീവ്നെസ് ഉണ്ട്, ഒരു ഹൈ റിട്ടന്റീവ്നെസ് ആണ് ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾക്ക് ഉള്ളത്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളുടെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഈ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ് സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റൻസിനെ ഒരു മാഗ്നറ്റ് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ, അതേപോലെ തന്നെ ഇതിന്റെയൊക്കെ അലോയ്കൾ. ഇത് പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് ഏതാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഏതാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ പെടാത്തത്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഏതാണ് എക്സാമ്പിൾ, അങ്ങനെ മെറ്റീരിയൽ തന്നു കഴിഞ്ഞിട്ട് ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സബ്സ്റ്റൻസ് ആണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്നതാണ് ഫെറോമാഗ്നറ്റ്. സ്ലൈറ്റ്ലി അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ, ഒരു മാഗ്നറ്റ് സ്ലൈറ്റ്ലി അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ. ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളുടെ എക്സാമ്പിൾ ആണ് അലൂമിനിയം, മാംഗനീസ്, പ്ലാറ്റിനം, കോപ്പർ. അലൂമിനിയം, മാംഗനീസ്, പ്ലാറ്റിനം, കോപ്പർ ഒക്കെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് സബ്സ്റ്റൻസ് ആണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. മൂന്നാമത്തെ ടൈപ്പ് സബ്സ്റ്റൻസ് ആണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിൽ നിന്നും സ്ലൈറ്റ്ലി റിപ്പിൾ ചെയ്യുകയാണെങ്കിൽ, ആ സബ്സ്റ്റൻസ് ഒരു മാഗ്നറ്റ് സ്ലൈറ്റ്ലി റിപ്പിൾ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകൾ നമ്മൾ പറയുന്ന പേരാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ. അപ്പൊ ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളുടെ എക്സാമ്പിൾ ആണ് ബിസ്മത്ത്, സൾഫർ, ഗ്രാഫൈറ്റ്, ഗ്ലാസ്, പേപ്പർ, വുഡ്, ഇതൊക്കെ. ഒരു ഇൻസുലേഷൻ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് കൂടുതലും. അത് ഒരു ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇതിനകത്ത് തന്നെ ബിസ്മത്ത് എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ സബ്സ്റ്റൻസിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് ആര്? ബിസ്മത്ത്. ഇനി അതേപോലെ രണ്ട് പ്രധാനപ്പെട്ട സബ്സ്റ്റൻസുകളുണ്ട്. ഒന്ന് വാട്ടർ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, എന്നാൽ എയർ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഇത് പലതവണ ഈ 3 മെറ്റീരിയലുകൾ, ഒന്ന് ബിസ്മത്ത്, രണ്ടാമത്തത് വാട്ടർ, മൂന്നാമത്തത് എയർ, ഈ 3 കാര്യങ്ങൾ പലതവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് മാഗ്നറ്റിക് ടേംസ്. മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ടേമുകളാണ് നമ്മൾ ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിന്റെ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് ഫീൽഡ് എന്ന് പറഞ്ഞു, അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ ഇൻഫ്ലുവൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയൻ ആണെന്ന് നമുക്ക് ഫിസിക്കലി പറയാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു ഫോഴ്സ് ആണ്, അത് ഓർമ്മ വേണം. ഇതൊരു മാഗ്നറ്റ് ആണ്, നോർത്ത് പോൾ സൗത്ത് പോൾ മാഗ്നറ്റ്. ഈ മാഗ്നറ്റിന്റെ എഫക്ട് ഇതിന് ചുറ്റും കിട്ടുന്ന ഒരു റീജിയൻ ഉണ്ടാവും. ആ റീജിയനെയാണ് നമ്മൾ ശരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫിസിക്കലി പറയുന്നത്. ഇത് മാഗ്നറ്റിന് ചുറ്റും എല്ലാ ഡയറക്ഷനിലേക്കും ഇതിന്റെ ഒരു എഫക്ട് നമുക്ക് കിട്ടും. ഇതൊരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമല്ല, എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ ഇതിന്റെ ഒരു എഫക്ട് കിട്ടും. അപ്പൊ ഈ ഒരു റീജിയനിലാണ് ഈ മാഗ്നറ്റിന്റെ എഫക്ട് ഉണ്ടാവുന്നത്. ആ റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടാമത്തെ ടേമാണ് മാഗ്നറ്റിക് ലൈൻസ്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം, അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ നേച്ചർ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു റെപ്രസെന്റേഷൻ കൊടുക്കണം. ആ റെപ്രസെന്റേഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലൈൻസ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഫ്ലക്സ് ആർ അസ്യൂംഡ് ടു ബി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഫ്ലക്സ് ലൈൻസ്. ഒരു മാഗ്നറ്റിന്റെ പോകുന്ന ഫ്ലക്സ് ലൈൻസ്, അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ ടേമാണ് മാഗ്നറ്റിക് ആക്സിസ്.
മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ഈ മാഗ്നറ്റിന്റെ നാച്ചുറൽ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഡെഫിനിഷനിൽ പലതും. കാരണം നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഒരു അസംഷനാണ്. നമുക്ക് ഇലക്ട്രിക് കറണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, മാഗ്നറ്റിക്കിന്റെ ഫീൽഡ് നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് പല രീതിയിൽ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ അസംഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് പോളിന്റെ ഒരു മാഗ്നറ്റിക് പോൾ മാഗ്നറ്റിന്റെ രണ്ട് പോൾ മാഗ്നറ്റിക് പോൾ ഒരു മാഗ്നറ്റ് ഉണ്ടാവും എനിക്കറിയാം. ഈ രണ്ട് പോളുകളെയും ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ആയിട്ടുള്ള ലൈനിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ആക്സിസ്. ഇതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാഗ്നറ്റിക് ഇക്വേറ്റർ. മാഗ്നറ്റിക് ആക്സിസിന്റെ മറ്റൊരു പേരാണ് മാഗ്നറ്റിക് ഇക്വേറ്റർ. അപ്പൊ മാഗ്നറ്റിക് ആക്സിസ് ആയി. ഇനി രണ്ടാമതാണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുന്നത് ഇതൊരു മാഗ്നറ്റ് ആണ്. ഇതിനകത്ത് നോർത്ത് പോൾ എവിടെയുണ്ട്, സൗത്ത് പോൾ എവിടെയുണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇമാജിനറി ലൈനാണ് മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ആക്സിസിന് നമ്മൾ പറയുന്നവരാണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. അത് പെർപെൻഡിക്കുലർ ആയാൽ മാത്രം പോരാ, ഈ മാഗ്നറ്റിന്റെ സെൻട്രൽ പോർഷനിൽ കൂടെ പാസ് ചെയ്യും വേണം. ഈ മാഗ്നറ്റിന്റെ സെൻട്രൽ പോർഷനിൽ കൂടെ പാസ് ചെയ്യും വേണം. അത് മാഗ്നറ്റിക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വേണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇമാജിനറി ലൈൻ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ യൂണിറ്റ് പോൾ. യൂണിറ്റ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ ഡിഫറൻസിൽ അതിന്റെ പോൾ സ്ട്രെങ്ത് ഒരു യൂണിറ്റ് ആയിട്ടുള്ള പോളിനെയാണ് യൂണിറ്റ് പോൾ എന്ന് പറയാ. ആസ് പെർ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള രണ്ട് പോളുകൾ ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കുന്ന സമയത്ത് 10 ന്യൂട്ടൺ ഫോഴ്സ് വരികയാണെങ്കിൽ ഇവിടെയുള്ള പോളിന്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ യൂണിറ്റ് പോൾ എന്ന് പറയുന്നത്. ഒരു മീറ്റർ ഡിഫറൻസിൽ ഈക്വലും സിമിലറും ആയിട്ടുള്ള പോൾസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് 10 ന്യൂട്ടൺ ആവുകയാണെങ്കിൽ അപ്പോൾ ആ പോളിന്റെ സ്ട്രെങ്ത് എത്രയായിരുന്നോ ആ സ്ട്രെങ്തിനെയാണ് നമ്മൾ യൂണിറ്റ് പോൾ എന്ന് പറയുന്നത്. ഇത് ഡെഫിനിഷൻ ആണ്. ആക്ച്വലി യൂണിറ്റ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് സ്ട്രെങ്ത് ഉള്ള പോളാണ് യൂണിറ്റ് പോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഒരു മാഗ്നറ്റിന് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിന് ഉണ്ടാവുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ ഒരു മാഗ്നറ്റിന് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. എ മാഗ്നറ്റ് ക്യാൻ അട്രാക്ട് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പോൾ ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. അതിന്റെ പോൾ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. എത്രത്തോളം സ്ട്രെങ്ത് ആ മാഗ്നറ്റിന് ഉണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം കപ്പാസിറ്റി പവർ ആ മാഗ്നറ്റിന് ഉണ്ടോ അത്രത്തോളം അട്രാക്ഷൻ ആ മാഗ്നറ്റിന് ഉണ്ടായിരിക്കും. അതാണ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാഗ്നറ്റിനെ വെറുതെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഹാങ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ നിൽക്കില്ല. അത് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷൻ, എർത്തിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ മാത്രമേ ഇരിക്കുള്ളൂ. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. ഇത് പ്രോപ്പർട്ടികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതിന്റെ പേരുകളാണ് നമ്മളിവിടെ പറയുന്നത്. റൈറ്റ്, അതാണ് രണ്ടാമത്തെ മാഗ്നറ്റിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മാഗ്നറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു മാഗ്നറ്റ് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിന് ചുറ്റുമുള്ള വേറെ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഇതിലുള്ള മാഗ്നറ്റിസത്തിനെ ഇങ്ങോട്ട് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു മാഗ്നറ്റിന് ഉണ്ട്. നമ്മളൊരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ പർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചു. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൽ വേറെ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിന് രണ്ടാമത് വെക്കുന്ന സബ്സ്റ്റൻസിന് ഒരു മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ ആദ്യത്തെ മാഗ്നറ്റിന് പറ്റും. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഇൻഡക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പോൾ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി. ഒരിക്കലും ഒരു മാഗ്നറ്റിൽ നോർത്ത് പോൾ മാത്രമായിട്ടോ സൗത്ത് പോൾ മാത്രമായിട്ടോ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും അതിന്റെ കൂടെ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നോർത്ത് പോളും സൗത്ത് പോളും മാഗ്നറ്റിനെ കട്ട് ചെയ്താൽ കൂടെ അത് വീണ്ടും നോർത്ത് പോളും സൗത്ത് പോളും ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുക. ഇതിനെയാണ് സിംഗിൾ പോൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. സിംഗിൾ പോൾ എക്സിസ്റ്റൻസ്. അപ്പൊ എപ്പോഴും ഡബിൾ പോൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, സിംഗിൾ പോൾ ആയിട്ട് മാഗ്നറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ആ പ്രോപ്പർട്ടിയാണ് പോൾ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ചെറിയ പാർട്ടായിട്ട് കട്ട് ചെയ്താൽ കൂടെ അതിനകത്ത് രണ്ട് പോള് ഡെവലപ്പ് ചെയ്യും. അടുത്ത പ്രോപ്പർട്ടിയാണ് ഡീമാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി.
ഒരു മാഗ്നറ്റിനെ നമ്മൾ വളരെ റഫായിട്ടാണ് ഹാൻഡിൽ ചെയ്യാന്ന് വിചാരിക്കുക. അതിനെ ഹീറ്റ് ചെയ്തു, അതിനെ ഹാമറിങ് ചെയ്തു, അത്തരത്തിലുള്ള റഫായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും നമ്മളൊരു മാഗ്നറ്റിനോട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അതിനെ പറയുന്ന പേരാണ് ഡീമാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി. അതിനെ പറയുന്ന പേരാണ് ഡീമാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി. ഇനി പ്രോപ്പർട്ടി ഓഫ് സ്ട്രെങ്ത്. നമ്മൾ ഒരു മാഗ്നറ്റിന് 2 പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. ഈ നോർത്ത് പോളിന്റെ സ്ട്രെങ്ത് എത്രയാണോ അതേ സ്ട്രെങ്ത് തന്നെയായിരിക്കും സൗത്ത് പോളിന് ഉണ്ടായിരിക്കുക. അതിനെയാണ് പ്രോപ്പർട്ടി ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇതിന് ഒരു 10, ഇതിന് 20 അങ്ങനെ ഒരു സ്ട്രെങ്ത് ഒരു മാഗ്നറ്റിന് ഉണ്ടായിരിക്കില്ല. ഒരേപോലെയുള്ള സ്ട്രെങ്ത് ആയിരിക്കും 2 പോളിനും, ഒരു മാഗ്നറ്റിന്റെ 2 പോളിനും ഉണ്ടായിരിക്കും. അതിനെ പറയുന്ന പേരാണ് പ്രോപ്പർട്ടി ഓഫ് സ്ട്രെങ്ത്. അടുത്ത പ്രോപ്പർട്ടിയാണ് സാച്ചുറേഷൻ പ്രോപ്പർട്ടി. സാച്ചുറേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോളിഡ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ സാധനം ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത്തിന് മേലെ ഒരിക്കലും നമ്മൾ എത്ര എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാലും അത് മാഗ്നറ്റിന് വീണ്ടും അതിന് മേലെ ഇത് ചെയ്യാൻ കഴിയില്ല. പോൾ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ പ്രോപ്പർട്ടി. ഓരോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്കും അതിനെ അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം മാഗ്നറ്റൈസേഷൻ ഉണ്ട്. അതിന് മേലെ ഒരു മാഗ്നറ്റിന് മാഗ്നറ്റൈസേഷൻ അക്വയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് സാച്ചുറേറ്റഡ് ആയി എന്നാണ് അതിനർത്ഥം. ദെൻ പ്രോപ്പർട്ടി ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. ഇത് ചാർജ് പോലെ തന്നെയാണ്. അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ ആൻഡ് ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ. ഒരേപോലെയുള്ള പോളുകൾ നോർത്ത് പോളും റിപ്പൽ ചെയ്യും, നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്ട് ചെയ്യും. ഇതാണ് പ്രോപ്പർട്ടി ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. ഇത്രയാണ് ഒരു മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ 4 പ്രോപ്പർട്ടിയാണ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇമാജിനറി ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നോർത്ത് പോളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് എപ്പോഴും സൗത്ത് പോളിലേക്കാണ് പോവുക. എവിടെ? ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന്റെ പുറത്ത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് ഒരു ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് ഇത് നമ്മൾ മാഗ്നറ്റിന്റെ ഉള്ളിലാണെങ്കിൽ അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്കാണ്. അതായത് നമ്മൾ മാഗ്നറ്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നോർത്ത് പോൾ സൗത്ത് പോൾ ഇവിടെയാണ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്ത് ഇങ്ങനെ ഈ രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ സൗത്ത് നിന്ന് നോർത്തിലേക്കായിരിക്കും അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. റൈറ്റ്. So lines of force travel from north to south in outside, from south to north inside the magnet. ഇനി എല്ലാ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സും ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ലൂപ്പ്, സർക്യൂട്ട് എന്ന് പറയുന്നത് നല്ലത് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ലൂപ്പ്. ഇതിങ്ങനെ നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി സൗത്തിൽ വന്ന് ഇതിനുള്ളിൽ കൂടെ വന്ന് തിരിച്ച് നോർത്തിൽ വരും. ഇങ്ങനെ ഒരു ലൂപ്പ് എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരിക്കലും ബ്രേക്ക് ആവില്ല. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി, 2 മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. 2 മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. ഇനി ഒരേ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന 2 മാഗ്നറ്റിക് ഫോഴ്സിന് റിപ്പൾസീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അത് എന്ത് ചെയ്യാത്തത്, ക്രോസ് ചെയ്യാത്തത്. ഒരേ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന 2 മാഗ്നറ്റിക് ഫീൽഡിന് റിപ്പൾസീവ് നേച്ചർ ഉള്ളത് കൊണ്ടാണ് അത് എന്ത് ചെയ്യാത്തത്, ക്രോസ് ചെയ്യാത്തത്. ഇതാണ് 3 പ്രോപ്പർട്ടീസ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇനി അടുത്ത 4ാമത്തെ 5ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, 4ാമത്തെ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. പാസ് കംപ്ലീറ്റ് ദർ ത്രൂ മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയൽ ദേ ഹാവ് ലൈക്ക് എ മാഗ്നറ്റിക് ഇലാസ്റ്റിക് ബാൻഡ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. 5 പോയിന്റ്. ദെൻ മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇനി നമ്മൾ ഒരു സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, മാഗ്നറ്റൈസ് ചെയ്യാൻ പോവാണ്. 3 മെത്തേഡാണ് നമുക്കൊരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ളത്. ഒന്ന് ടച്ച് മെത്തേഡ്, രണ്ടാമത്തത് ബൈ യൂസിങ് ആൻ ഇലക്ട്രിക് കറണ്ട്, മൂന്നാമത്തത് ഇൻഡക്ഷൻ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തത് ടച്ച് മെത്തേഡിൽ പലതരം ടച്ച് മെത്തേഡുകളുണ്ട്. അതിൽ ആദ്യത്തെ ടച്ച് മെത്തേഡാണ് സിംഗിൾ ടച്ച് മെത്തേഡ്. സിംഗിൾ ടച്ച് മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു സബ്സ്റ്റൻസിനെ എനിക്ക് മാഗ്നറ്റൈസ് ചെയ്യണം. ഈ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള സബ്സ്റ്റൻസിനെ അടുത്ത ഒരു മാഗ്നറ്റ് വെച്ചും കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സിംഗിൾ പോളിങ്ങനെ വെച്ചും കഴിഞ്ഞിട്ട് ഇതിനിവിടെ നിന്ന് റബ്ബ് ചെയ്യും. ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റബ്ബ് ചെയ്യും.
ഇതിനെയാണ് സിംഗിൾ ടച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു പോളിനെ മാത്രമാണ് നമ്മൾ റബ്ബ് ചെയ്യുന്നത്, രണ്ടാമത്തെ പോളിനെ ഇതിൽ നിന്നും പുറത്തേക്ക് വെക്കും. റൈറ്റ്. ഇനി ഡബിൾ ടച്ച് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റീൽ ബാർ ഉണ്ട്. ഇനി ഈ സ്റ്റീൽ ബാറിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റീൽ ബാറിന്റെ സെൻട്രലായിട്ട് 2 മാഗ്നറ്റുകളെ ഇങ്ങനെ വെക്കും. ഇവിടെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ള 2 മാഗ്നറ്റുകളെ, നോർത്തും സൗത്തും, ഇതിനിടെ ഒരു വുഡൻ പീസൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 2 ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ള മാഗ്നറ്റുകൾ ഈ സ്റ്റീൽ ബാറിന്റെ മുകളിൽ നമ്മൾ റബ്ബ് ചെയ്തിട്ട് എടുക്കുന്നതിനാണ് ഡബിൾ ടച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഒറ്റ പോളായിരുന്നു റബ്ബ് ചെയ്തതെങ്കിൽ ഇവിടെ 2 പോൾ റബ്ബ് ചെയ്യും. ദാറ്റ്സ് എ ഡിഫറൻസ്. മൂന്നാമത്തേതാണ് ഡിവിഡൻ ടച്ച് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ഡബിൾ ടച്ച് പോലെ തന്നെ 2 മാഗ്നറ്റ് അല്ലെങ്കിൽ 2 പോൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റബ്ബ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 2 പോൾസ് വെച്ചിട്ടാണ് റബ്ബ് ചെയ്യുന്നത്. ഇത് നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞ കേസിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലൂപ്പ് ചെയ്ത് പോവുക. പക്ഷെ ഇവിടെ നമ്മൾ ഇവിടുന്ന് കൊണ്ട് റബ്ബ് ചെയ്യും, എടുക്കുന്നു, വീണ്ടും വെക്കുന്നു, റബ്ബ് ചെയ്യുന്നു, എടുക്കുന്നു, വീണ്ടും വെക്കുന്നു, റബ്ബ് ചെയ്യുന്നു. ഇങ്ങനെ എടുത്ത് റബ്ബ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിവിഡൻ ടച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഡെപ്ത് കൂടിയ സാധനങ്ങളാണ്. ഇത്രയും കാര്യങ്ങളും അധികം ചോദിച്ചിട്ടില്ല, എങ്കിലും നമ്മുടെ സിലബസിൽ ഉള്ളതുകൊണ്ട് പറയുന്നത് മാത്രം. അടുത്ത മെത്തേഡാണ് നമുക്ക് നോർമലി ഉള്ള, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മെത്തേഡ്, ഇലക്ട്രിക് കറണ്ട് മെത്തേഡ്. ബൈ ഇലക്ട്രിക് കറണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെയാണോ മാഗ്നറ്റൈസേഷൻ ചെയ്യാനുള്ളത് ആ ബാറിലൂടെ നമ്മളൊരു സോളിനോയിഡ് സെറ്റപ്പിൽ ഒരു കോയിൽ കണക്ട് ചെയ്ത് വെക്കും. ഇതിലെ നമ്മളൊരു DC കറണ്ട് പാസ് ചെയ്ത് വെക്കും. എപ്പോൾ നമ്മൾ DC കറണ്ട് പാസ് ചെയ്യുന്നോ ആ സമയത്ത് ഈ സബ്സ്റ്റൻസ് എന്താവും, മാഗ്നറ്റൈസ്ഡ് ആവും. എപ്പോൾ നമ്മൾ ഈ DC കറണ്ട് കട്ട് ചെയ്യുന്നോ ആ സബ്സ്റ്റൻസ് നോൺ മാഗ്നറ്റിക് ആവും. ഇതാണ് ഇലക്ട്രിക് കറണ്ട് വഴി നമ്മൾ മാഗ്നറ്റിസം ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ. ഇനി അടുത്തതാണ് ഇൻഡക്ഷൻ മെത്തേഡ്. ഇൻഡക്ഷൻ മെത്തേഡ് ഇത് പറയാൻ കാരണം ഇത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യലി പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നായിരുന്നു ചോദ്യം, ഇൻഡക്ഷൻ മെത്തേഡ്. കാരണം നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാവുക നമ്മൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ വരുന്നത് ഇലക്ട്രിക് കറണ്ട് മെത്തേഡാണ്. പക്ഷേ കൊമേഴ്ഷ്യലി ഇലക്ട്രിക് കറണ്ട് മെത്തേഡിനേക്കാൾ കൂടുതൽ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ മെത്തേഡാണ്. ഇതിനകത്ത് നമ്മളൊരു പോൾ ചാർജർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാകുന്നത്. പോൾ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇലക്ട്രിക് സംഭവം ഉള്ള പോലെ തന്നെയാണ്. അതിനകത്ത് ഒരുപാട് കോയിലുകൾ ഉണ്ടാവും, അതിനകത്ത് ഉള്ളിൽ ഒരു അയൺ കോർ ഉണ്ടാവും, അയൺ കോറും ഒരുപാട് കോയിലുകൾ ഉണ്ടാവും. ആക്ച്വലി സംഭവം ഇത് ആക്ച്വലി ബൈ ഇലക്ട്രിക് മെത്തേഡ് പോലെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ പേര് ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് മാത്രമാണ് ആക്ച്വലി, കാരണം ഇൻഡക്ഷൻ പ്രോസസ് വഴിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ പീസ് ആരെയാണോ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാനുള്ളത് അത് ഈ അയൺ കോയിലിന്റെ ഇൻസൈഡ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ DC പാസ് ചെയ്യും. ആക്ച്വലി പ്രൊസീജിയർ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മളൊരു പോൾ ചാർജർ എന്ന് പറയുന്ന എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡക്ഷൻ മെത്തേഡാണ്. റൈറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിസത്തെ പറ്റിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോയിലിൽ ഒരു വയർ ഓഫ് കോയിലിൽ കൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എറൗണ്ട് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു കോയിൽ കൂടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണോ നമ്മുടെ കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഏത് ഡയറക്ഷനിൽ കൂടെയാണോ നമ്മുടെ കറണ്ട് പാസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ത്, മാഗ്നറ്റിക്കിന്റെ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂള്. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂള് ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂള് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ടക്ടർ നമ്മൾ കയ്യിൽ പിടിക്കും, റൈറ്റ് ഹാൻഡിൽ പിടിക്കും. എന്നിട്ട് നമ്മൾ തമ്പിനെ നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫിംഗേഴ്സ് എല്ലാം നമ്മൾ കൈയിനുള്ളിലാക്കിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ കണ്ടക്ടറിനെ പിടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേർവ്ഡ് ഫിംഗേഴ്സ്
നമ്മുടെ കേർവ്ഡ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ, ഇത് നമ്മൾ സോയിലോട് ഇങ്ങനെ വെച്ചിരുന്ന സമയത്തിന്റെ കറണ്ട് ഡയറക്ഷൻ ആണെങ്കിൽ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോർത്ത് ഡയറക്ഷൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്നത്. റെഡി? If you wrap your fingers around the thumb pointing direction current flow, സോറി നമ്മൾ സോളിനോയിഡിന്റെ കേസ് അല്ല പറയുന്നത്, കണ്ടക്ടറിന്റെ കേസാണ് പറയുന്നത്. നമ്മൾ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെന്ന് വിചാരിക്കുക. തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ കേർവ്ഡ് ഫിംഗേഴ്സ്, നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്ന കേർവ്ഡ് ഫിംഗേഴ്സിൽ ഫിംഗറിന്റെ നെയിൽ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. റൈറ്റ്? നമ്മൾ ഈ കേസല്ല, സോളിനോയിഡിന്റെ കേസല്ല പറയുന്നത്, കണ്ടക്ടറിന്റെ കേസാണ്. അവിടെ യൂസ് ചെയ്യുന്നതാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച സമയത്ത് എൻ്റെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ കേർവ്ഡ് ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇനി രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന് വിചാരിക്കാം. രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ അടുത്തടുത്ത് വെച്ചു. അപ്പോൾ ഇത് തമ്മിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഓപ്പോസ് ചെയ്യാം. റൈറ്റ്? വെൻ എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്. കാരണം ഇവിടെ നമ്മൾ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും വരിക, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഓപ്പോസ് ചെയ്യും, ഒന്നിനും ഒന്നായിട്ട് ഓപ്പോസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഫ്ലക്സ് ലൈൻസ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പോവുക. അതേപോലെ തന്നെയാണ് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ കേസ് നമ്മൾ പറഞ്ഞു. ഇനി സെയിം ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും, ഒരേ ഡയറക്ഷനിലായിരിക്കും, അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? എയ്ഡ് ചെയ്യും. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിൽ എയ്ഡ് ചെയ്യും. റൈറ്റ്? അപ്പോൾ ഇതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഒരേ ഡയറക്ഷനിൽ പോകും. ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡുകൾ ഓപ്പോസ് ചെയ്യും, സെയിം ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡുകൾ അട്രാക്ട് ചെയ്യും. റൈറ്റ്? ദെൻ ഈ റൈറ്റ് ഹാൻഡ് പാം റൂൾ. നമ്മൾ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞത് ഇതായിരുന്നു, ആക്ച്വലി പറഞ്ഞത് തെറ്റിപ്പോയതായിരുന്നു. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ആൻഡ് റൈറ്റ് ഹാൻഡ് പാം റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്തത്. ഇനി ഒരു സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഹാൻഡ് പാം റൂൾ യൂസ് ചെയ്യുന്നത്. റൈറ്റ്? ഇപ്പോൾ റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്ന് പറയുന്നത് നമ്മൾ സോളിനോയിഡിന്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ പിടിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേർവ്ഡ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോർത്ത് പോളിന്. ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്, തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോർത്ത് പോളിലൊക്കെ ആയിരിക്കും. ഈ റൂളിനെ പറയുന്ന പേരാണ് റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഒരു സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൈറ്റ് ഹാൻഡ് പാം റൂൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഏതൊക്കെയാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് നോക്കാം. ഒന്ന്, ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് നമ്മൾ മാഗ്നറ്റിക് കോർ ആയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ആളാണ് സോഫ്റ്റ് അയൺ. സോഫ്റ്റ് അയൺ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, മാഗ്നറ്റിക് കോർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി വലിയ മെഷീൻസുകളിലൊക്കെ ആണ് എന്ന് വിചാരിക്കാം, കുറച്ചും കൂടെ വലിയ മെഷീൻസ്, ചെറിയ മെഷീൻസ് അല്ല, വലിയ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ സ്റ്റീലാണ്. സിലിക്കൺ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.4% സിലിക്കൺ, സ്റ്റീലിന്റെ കൂടെ ഒരു 2.4% സിലിക്കണും കൂടെ ആഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് നമ്മൾ സിലിക്കൺ സ്റ്റീൽ എന്ന് പറയാം. അപ്പോൾ സിലിക്കൺ സ്റ്റീലാണ് നമ്മൾ വലിയ മെഷീൻസിലൊക്കെ മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പെർമലോയ്. പെർമലോയ് എന്ന് പറയുന്ന ഒരു അലോയ് ആണ്. അയേണിന്റെയും നിക്കലിന്റെയും അലോയെ പറയുന്ന പേരാണ് പെർമലോയ്. ഈ പെർമലോയിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വീക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നുകൊണ്ട് കൂടെ, വളരെ വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ആപ്ലിക്കേഷൻസിനൊക്കെ ലൈക്ക് ടെലിഫോൺ പർപ്പസുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പെർമലോയ്. അടുത്ത ഒരു അലോയാണ് മ്യൂമെറ്റൽ. മ്യൂമെറ്റൽ എന്ന് പറയുന്നത് നിക്കലിന്റെയും കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും അയേണിന്റെയും അലോയാണ് മ്യൂമെറ്റൽ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് മ്യൂമെറ്റൽ, വാട്ട് ആർ ദ കൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മ്യൂമെറ്റൽ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അയേണിന്റെ കൂടെ നിക്കല്, കോപ്പർ, ക്രോമിയം ഈ 3 മെറ്റീരിയലും കൂടെ ആഡ് ചെയ്യുന്ന അലോയെ പറയുന്ന പേരാണ് മ്യൂമെറ്റൽ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ പെർമിയബിലിറ്റിയും വളരെ വലിയ റെസിസ്റ്റിവിറ്റിയും ഓഫർ ചെയ്യുന്ന ഒരു അലോയാണ് മ്യൂമെറ്റൽ എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഇതിന്റെ എഡ്ഡി കറന്റ് ലോസ് വളരെ കുറവാണ്. അപ്പോൾ എഡ്ഡി കറന്റ് ലോസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മ്യൂമെറ്റൽ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമറിലും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ക്രീനിങ് പർപ്പസുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് മെറ്റീരിയലാണ് മ്യൂമെറ്റൽ. അപ്പോൾ 4 മെറ്റീരിയലാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഒന്ന് സോഫ്റ്റ് അയൺ, സിലിക്കൺ സ്റ്റീൽ, പെർമലോയ്, മ്യൂമെറ്റൽ. ഈ 4 മെറ്റീരിയലും മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയലിനെ പറ്റി പറഞ്ഞു, മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ പറ്റി പറഞ്ഞു, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടുകളാണ്. നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ, രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കണ്ടു. അവിടെ നമ്മൾ ഒരുപാട് ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. EMF, കറണ്ട്, റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്. അതേപോലെ അവിടെ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തൊക്കെ ഡെഫിനേഷൻ പറഞ്ഞോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ടിലുണ്ട്. കാരണം മാഗ്നറ്റിക് സർക്യൂട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് ആവുന്നത് ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മെഷീനെ സംബന്ധിച്ച് വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ടേം എന്ന് പറയുന്നത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ആണ്. നമ്മുടെ EMFന് ഈക്വലന്റ് ആയിട്ടുള്ള ആളാണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന്റെയും നമ്പർ ഓഫ് ടേൺസിന്റെയും പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. കറണ്ടിന്റെയും നമ്പർ ഓഫ് ടേൺസിന്റെയും പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംബിയർ ടേൺസ്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ടേൺസ്. റൈറ്റ്, ആംബിയർ ടേൺസ് ആണ് ഇതിന്റെ യൂണിറ്റ്. രണ്ടാമത്തെ ടേം ആണ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസ്, ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് അനലോഗസ് ആയിട്ടുള്ള ടേം ആണ് റിലക്റ്റൻസ്. നമ്മളവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഇവിടെ ഒപ്പോസ് ചെയ്യുന്ന, ഫ്ലെക്സിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് റിലക്റ്റൻസ്. കാരണം നമ്മൾ അവിടെ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ പറയുന്ന ടേമാണ് ഫ്ലക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കറണ്ടിന്റെ ഓപ്പോസിഷന് പറയുന്നതിന് പകരമായിട്ട് ഇവിടെ നമ്മൾ പറയും ഫ്ലക്സിന് ഓപ്പോസിഷനാണ്. അതിനെയാണ് നമ്മൾ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. റിലക്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ടേൺസ് പെർ വെബർ. ആംബിയർ ടേൺസ് പെർ വെബർ. സിമിലർലി നമ്മുടെ റെസിസ്റ്റൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. ഇവിടെ നമ്മൾ വോൾട്ടേജിന് പകരം നമ്മളിവിടെ പറയുന്നത് MMF ആണ്. MMFന്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് ആണ്. കറണ്ടിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ കറണ്ടിന് പകരം യൂസ് ചെയ്യുന്നത് ഫ്ലക്സ് ആണ്. ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? വെബർ ആണ്. ആംബിയർ ടേൺസ് പെർ വെബർ ആണ് ആരുടെ യൂണിറ്റ്? റിലക്റ്റൻസിന്റെ യൂണിറ്റ്. അടുത്തതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മളിപ്പോൾ പറഞ്ഞ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന് അനലോഗസ് ആയിട്ടുള്ള മാഗ്നറ്റിക് സർക്യൂട്ടിനകത്തുള്ള ടേം ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഏരിയയിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്ന നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. നോർമലി ഫൈ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്. ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഏരിയയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് സിമിലർ ടു കറന്റ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. സിമിലർ എന്നല്ല, അനലോഗസ് എന്നാണ് പറയുന്നത്. അടുത്തതാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ഇതിന് പറയുന്ന മറ്റൊരു പേരുകളാണ് ഫീൽഡ് ഇന്റൻസിറ്റി, മാഗ്നറ്റിക് ഇന്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ട്രെങ്ത്, ആ ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് ആക്ച്വലി മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആംബിയർ ടേൺസ് പെർ മീറ്റർ. ആംബിയർ ടേൺസ് പെർ മീറ്റർ. റൈറ്റ്. ദെൻ ഫ്ലക്സ് ഡെൻസിറ്റി. ഒരു സ്ക്വയർ മീറ്റർ ക്രോസ് സെക്ഷൻ ഏരിയയിലുള്ള മാഗ്നറ്റിക് ലൈൻസിനെ പറയുന്ന പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി. നമ്മൾ കറണ്ട് ഡെൻസിറ്റി പറയുന്ന പോലെ തന്നെ പറയുന്ന ആളാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഒരു സ്ക്വയർ മീറ്റർ ക്രോസ് സെക്ഷൻ ഏരിയയിൽ വരുന്ന നമ്പർ ഓഫ് ലൈൻസിന് പറയുന്ന പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ വെബർ പെർ മീറ്റർ സ്ക്വയറിനെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ടെസ്ല. ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബർ പെർ മീറ്റർ സ്ക്വയറിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ടെസ്ല. റൈറ്റ്, അത് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ് വൺ പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ, നമ്മൾ റെസിസ്റ്റിവിറ്റി പറയുന്ന പോലെ തന്നെയാണ് പെർമിയബിലിറ്റി പറയുന്നത്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ്, റൈറ്റ്, ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ്, അതേ ഫ്ലക്സ് എയറിൽ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. എയർ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ്, ഇതിന്റെ കമ്പാരിസണിനെ പറയുന്ന പേരാണ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ്
ഫ്ലക്സ് ക്രിയേറ്റഡ് ബൈ എ മെറ്റീരിയൽ ടു ദ ഫ്ലക്സ് ക്രിയേറ്റഡ് ബൈ ദ എയർ. ആ മെറ്റീരിയൽ, ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് പെർമിയബിലിറ്റി, ലൈക്ക് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ആ മെറ്റീരിയൽ എത്ര ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതേപോലെ തന്നെ എയർ അതേ കണ്ടീഷനിൽ എത്ര ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ റേഷ്യോയെ പറയുന്ന പേരാണ് പെർമിയബിലിറ്റി. റൈറ്റ്. ആ പർട്ടിക്കുലർ കണ്ടീഷൻ എന്താന്ന് പറയുന്നത് MMF, അതേപോലെ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഡയമെൻഷൻസ് ഇതെല്ലാം സെയിം ആയിരിക്കണം. രണ്ടിന്റെയും പാരാമീറ്റേഴ്സ് എല്ലാം സെയിം ആവണം, പക്ഷേ രണ്ട് മെറ്റീരിയൽ ആവുന്നത് മാത്രം. ഒന്ന് എയർ ആണ്, മറ്റേ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ. ഓക്കെ. ഇനി ഫ്ലക്സ് ഡെൻസിറ്റി മാറുന്നതിനനുസരിച്ച് ആരുടെ വാല്യൂ മാറും? പെർമിയബിലിറ്റിയുടെ വാല്യൂ മാറും. ഇതും ഓർത്തിരിക്കും. ഓക്കെ. അപ്പൊ അത്രയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സർക്യൂട്ടായി ബന്ധപ്പെട്ട ടേംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോവാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. രണ്ട് ലോ ആണ് ഫാരഡേസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുള്ളത്. നമ്മൾ ഇലക്ട്രോളിസിസിൽ രണ്ട് ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ നമുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ രണ്ട് ലോയാണ്. അതായത് ആദ്യത്തെ ലോ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു സർക്യൂട്ടിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ, ഒരു മാഗ്നറ്റിക് സർക്യൂട്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ്സ് കോൾഡ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് എത്രയാണോ, ഏത് റേറ്റിലാണോ ആ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യുന്നത് അതിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ലോ. ആദ്യത്തെ ലോയിൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അത് മാത്രം പറഞ്ഞു. ദാറ്റ്സ് ഫസ്റ്റ് ലോ. ഇനി ആ ജനറേറ്റ് ചെയ്യുന്ന EMFന്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടെ പറയുന്നുണ്ട്. ആ ജനറേറ്റ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് എത്ര ഫ്ലക്സ് ചേഞ്ച് ചെയ്തോ അതിന്റെ റേറ്റിന് പ്രൊപ്പോർഷണൽ ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണ്. അതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഇതാണ് രണ്ട് ഫാരഡേസ് ലോ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട രണ്ട് ലോ എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി അപ്പൊ നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫാരഡേസ് ഫസ്റ്റ് ലോ പ്രകാരം നമ്മൾ പറഞ്ഞു ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ EMF രണ്ട് രീതിയിലാണ് ആ EMF ഇൻഡ്യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും, രണ്ടാമത്തത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും. അപ്പൊ EMF ഇൻഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടീഷൻ പറഞ്ഞു, ആര് ചേഞ്ച് ചെയ്യണം? ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. ഈ ഫ്ലക്സ് ചേഞ്ച് എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നും പറയുന്നത്. അതായത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കാരണം, കണ്ടക്ടറിന്റെയോ മാഗ്നറ്റിക് ഫീൽഡിന്റെയോ എന്തെങ്കിലും ഒരു ഫിസിക്കൽ മൂവ്മെന്റ് കാരണം അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ചെയ്തിരിക്കുന്നത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFനെയാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു മൂവ്മെന്റും അവിടെ ഇല്ല. നമ്മളുടെ കണ്ടക്ടറിനകത്തോ അല്ലെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എവിടെയും ഒരു മൂവ്മെന്റ് ഇല്ല. എല്ലാം ഫിസിക്കലാണ്, എല്ലാം റെസ്റ്റിലാണ്, അല്ലെങ്കിൽ എല്ലാം സ്റ്റാറ്റിക് ആണ്. അത്തരം സിറ്റുവേഷൻസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായതുകൊണ്ട് EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ അവിടെ എങ്ങനെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് രണ്ട് കോയിലിന്റെ ആവശ്യം വരും, അല്ലെങ്കിൽ ഒരു കോയിലിന്റെ ആവശ്യം വരും. അത് ബേസ് ചെയ്യുന്നത് ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF വെച്ച് വർക്ക് ചെയ്യുന്ന മെഷീൻസ് ആണ് ജനറേറ്ററും മോട്ടറും കാര്യങ്ങളൊക്കെ. കാരണം റൊട്ടേറ്റിംഗ് മെഷീൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF വെച്ചിട്ടാണ്. സ്റ്റാറ്റിക് ആയിട്ടുള്ള മെഷീൻസ് ആയ ട്രാൻസ്ഫോമർ ഒക്കെ വർക്ക് ചെയ്യുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ നേരത്തെ പറഞ്ഞു, സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ രണ്ട് ടൈപ്പിലേക്ക് വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോയിലില് അതേ കോയില് നമ്മളുടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാക്കിയിട്ട് അതേ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാം. അവിടെ ഒറ്റ സിംഗിൾ കോയിലേ ഉള്ളൂ. ആ സിംഗിൾ കോയിലിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് ചേഞ്ച് കാരണം ഒരു EMF ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോയിലുകൾ, രണ്ടെണ്ണം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. രണ്ടോ രണ്ടിലധികമോ കോയിലുകളാവാം. ബട്ട് ഒരു കോയിലല്ല, മിനിമം രണ്ട് കോയിൽ വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം. അപ്പൊ രണ്ട് കോയിലുകൾ നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ കോയിലുള്ള ഫ്ലക്സ് ചേഞ്ച് കാരണം ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുക, ഒരു കോയിലുള്ള ഫ്ലക്സ് ചേഞ്ച് കാരണം വേറൊരാൾക്ക് EMF ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഇന്ററാക്ഷൻ കാരണം EMF ഇൻഡ്യൂസ് ചെയ്യുക. അപ്പൊ രണ്ട് കോയിൽ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ കോയിലുകളുടെ ഇന്ററാക്ഷൻ കാരണം EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ.
ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഈ ഇൻഡക്റ്റൻസിനെ പറ്റിയിട്ടാണ്. ഇൻഡക്റ്റൻസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന്റെ പ്രോപ്പർട്ടിയാണ്. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന്റെ പ്രോപ്പർട്ടിയാണ്. ഇത് ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോയുടെ മാഗ്നിറ്റ്യൂഡിനെ, ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോയുടെ മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യാൻ കഴിയുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഇൻഡക്റ്റൻസ്. കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറണ്ട് ഫ്ലോയുടെ മാഗ്നിറ്റ്യൂഡിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ ഇൻഡക്റ്റൻസ് ഓഫർ ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് ഇൻഡക്ടേഴ്സ്. ഇൻഡക്റ്റൻസ് ഓഫർ ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ, ഇൻഡക്റ്റൻസ് ഓഫർ ചെയ്യുന്ന ഡിവൈസുകളെ പറയുന്ന പേരാണ് ഇൻഡക്റ്റൻസ്. അപ്പൊ ആരൊക്കെയാണ് ഈ ഇൻഡക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ചെയ്യുന്നത്? ഒന്ന്, ഏതാണ് ആ കോർ എന്ന് പറയുന്നത്, എന്താണ് അതിനകത്തുള്ള കോർ, എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ഈ ടേൺസിനിടയിൽ എത്ര സ്പേസ് ഉണ്ട്, ആ സ്പേസിനെ പറയുന്ന പേരാണ് സ്പേസിംഗ് ഫാക്ടർ. രണ്ട് ടേണുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള സ്പേസ്, ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന പേരാണ് സ്പേസിംഗ് ഫാക്ടർ. ക്രോസ് സെക്ഷണൽ ഏരിയ, അതിനകത്തുള്ള കോറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്ര. ഈ 4 ഫാക്ടറുകളെയാണ് നമ്മൾ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് കോർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് കോർ എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ കോറായിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ സോഫ്റ്റ് അയൺ ആണ് കോറായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഹാർഡ് സ്റ്റീലിന് പകരം സോഫ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോയിൽ വിൽ ഹാവ് മോർ ഇൻഡക്റ്റൻസ്. ഇനി എല്ലാ ഫാക്ടറും ഈക്വൽ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് അയൺ കോർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എയർ കോറിനേക്കാളും ഇൻഡക്റ്റൻസ് കൂടുതലാണ് ആർക്ക്? അയൺ കോർ. കാരണം അയണിന് നല്ല പെർമിബിലിറ്റി ഉണ്ട്. സോ അതിന് എത്ര ഫ്ലക്സ് ക്യാരി ചെയ്യാൻ പറ്റും? കൂടുതൽ ഫ്ലക്സ് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പൊ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന കോർ മെറ്റീരിയൽ അതനുസരിച്ച് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ മാറും. അടുത്തത് ക്രോസ് സെക്ഷണൽ ഏരിയ. ഒരേ നമ്പർ ഓഫ് ടേൺസ്, നമുക്ക് ഒരേ നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും? വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഹൈ ഇൻഡക്റ്റൻസ് വിൽ ഓഫർ വെൻ ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് ദ ലോ ഇൻഡക്റ്റൻസ് വിൽ ഓഫർ ഫോർ എ സ്മോൾ ക്രോസ് സെക്ഷണൽ ഏരിയ. റൈറ്റ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത് പറഞ്ഞിരുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. ആഡിങ് മോർ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് ദ ഇൻഡക്റ്റൻസ്. നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. നമ്പർ ഓഫ് ടേൺസ് കുറയുന്നതിനനുസരിച്ച് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മൾ നമ്പർ ഓഫ് ടേൺസ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഫീൽഡ് സ്ട്രെങ്ത് ആണ് ആഡ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അത് എന്ത് ചെയ്യും? ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അടുത്ത നാലാമത്തത് സ്പേസിംഗ് ഫാക്ടർ. സ്പേസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോയിലുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സ്പേസിംഗ് ഫാക്ടർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സ്പേസിംഗ് ഫാക്ടർ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? ഇൻഡക്റ്റൻസ് കുറയും. കൂടുതൽ ചെയ്യുക, കുറയുക. സ്പേസ് കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റൻസ് കുറയും. നമ്പർ ഓഫ് ടേൺസിലെ സ്പേസ്, ഇൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് ടേൺസിലെ സ്പേസ് കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിംഗ് ഫാക്ടർ കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇത്രയാണ് നമ്മൾ ഇൻഡക്റ്റൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഡക്റ്റൻസുമായി ബന്ധപ്പെട്ട് 2 ടേമുകളാണ്. ഒന്ന് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസും അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്ടൻസും. കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ലിങ്കേജ് വെബർ ടേൺസ് പെർ ആംബിയർ ഇൻ എ കോയിൽ. അതായത് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ കോഎഫിഷ്യന്റ് ഫ്ലക്സ് ലിങ്കേജ് ഓഫ് വെബർ ടേൺസ് പെർ ആംബിയർ ഇൻ ദ കോയിൽ ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ്, കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഇനി ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AC കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഓപ്പോസ് ചെയ്യുന്ന ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓപ്പോസ് ചെയ്യുന്ന അതിന്റെ ഓപ്പോസിഷനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആൻ ഇൻഡക്ടർ എന്ന് സിംപ്ലി നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഇസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആൻ ഇൻഡക്ടർ ഇൻ AC കറണ്ട് ഫ്ലോ. റൈറ്റ്, അതാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് XL is equal to 2πfL എന്ന് പറയുന്ന റിലേഷൻ ആണ്. ഈ റിലേഷൻ ഓർത്തിരിക്കണം. ഇത് വെച്ച് കണ്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. XL is equal to 2πfL. റൈറ്റ്. അപ്പോൾ അത്രയാണ് നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത പോർഷനാണ്, ദാറ്റ് ഈസ് കപ്പാസിറ്റർ. ഇതിന്റെ രണ്ടാമത്തെ സെക്ഷൻ കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസീവ് എലമെന്റ് ആണ്. 2 ടെർമിനലുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്
പൊട്ടൻഷ്യൽ എനർജിയെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കപ്പാസിറ്റർ. അതുകൊണ്ടാണ് ഇതിന് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ആരെന്നെ സ്റ്റോർ ചെയ്യും? പൊട്ടൻഷ്യൽ എനർജിയെ. എങ്ങനെ സ്റ്റോർ ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എഫക്റ്റിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. അത് സ്റ്റോർ ചെയ്യുന്ന ആളിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റർ. ആ എഫക്റ്റിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. റൈറ്റ്. അപ്പോൾ നോർമലി കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റുകൾ ഉണ്ടാവും. ഈ 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റുകൾ നമ്മളൊരു ഇൻസുലേറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഇൻസുലേറ്ററിനെ പറയുന്ന പേരാണ് ഡൈഇലക്ട്രിക്. 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റുകളെ ഒരു ഇൻസുലേറ്റർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ആ ഇൻസുലേറ്ററിനെ പറയുന്ന പേരാണ് ഡൈഇലക്ട്രിക്. അപ്പോൾ ഈ ഡൈഇലക്ട്രിക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യുന്നത്. ആ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് ഫാരഡ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് ആരെ പറയുന്നത്? കപ്പാസിറ്റൻസിന് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡക്റ്റേഴ്സ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് 1/2πfL ആണ്. റൈറ്റ്. ഇനി എത്ര കറണ്ടാണ് ഒരു കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യുന്നത്, എത്ര AC കറണ്ടാണ് കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഫ്രീക്വൻസി ഓഫ് ദി അപ്ലൈഡ് വോൾട്ടേജ്, രണ്ടാമത്തത് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ, മൂന്നാമത്തത് അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഈ 3 കാര്യങ്ങളാണ് ഒരു കപ്പാസിറ്ററിന്റെ കണ്ടക്ടൻസ് തീരുമാനിക്കുന്നത്. ഇനി അത് ഞാൻ ചെറിയൊരു പോയിന്റ് എക്സ്ട്രാ പറഞ്ഞതാണ്. ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാന്നുള്ളതാണ്. കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് നമ്മൾ പറഞ്ഞ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 2 പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റിന്റെ ഏരിയ ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഈ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. മൂന്നാമത്തത് ഇതിനിടയിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും വെച്ച് നമുക്ക് നമ്മളൊരു കപ്പാസിറ്റൻസിന് റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു ε0 A/d എന്ന് പറയും. ε0 A/d എപ്സിലോൺ എന്ന് പറയും പെർമിയബിലിറ്റി ആണ്. അപ്പോൾ ഈ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതൊരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് മൂന്നാമത് പറഞ്ഞ ആള് ദാറ്റ് മീൻസ് ഡൈഇലക്ട്രിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി. കപ്പാസിറ്റൻസ് ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ പെർമിയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? കപ്പാസിറ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കുറയും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയാൽ കപ്പാസിറ്റൻസ് കുറയും. ഇൻവേഴ്സ്ലി റിലേഷൻ ആണ്. ഈ 3 ആളുകളെയാണ് കപ്പാസിറ്റർ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി മറ്റ് 2 ഫാക്ടേഴ്സും കൂടി ഉണ്ട്. ഒന്ന് ടെമ്പറേച്ചറും, രണ്ടാമത്തത് നമ്മൾ ഈ കപ്പാസിറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലേറ്റിന്റെ റെസിസ്റ്റൻസും. ഈ 2 ഫാക്ടേഴ്സും നെഗ്ലിജിബിൾ എഫക്റ്റ് മാത്രമാണ് എവിടെ ഉണ്ടാക്കുന്നത്? കപ്പാസിറ്റൻസിന്റെ വാല്യൂവിൽ ഉണ്ടാക്കുന്നത്. അതിന് വേറെ വലിയ എഫക്റ്റുകളൊന്നുമില്ല, നെഗ്ലിജിബിൾ എഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് പറയുമ്പോൾ നമ്മൾ ഈ 2 ആളുകളെ അധികം പറയാറില്ല. ഈ 3 ആളുകളെ മാത്രമാണ് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ദെൻ നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സ് ഏരിയ, നമ്മളിപ്പോൾ പറഞ്ഞ സാധനം തന്നെയാണ് ഇത്. ഏരിയ ഓഫ് പ്ലേറ്റ് കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂടും, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറയും. അതേപോലെ തന്നെ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസിനനുസരിച്ച് കപ്പാസിറ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ പെർമിയബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും. ഇനി നമുക്ക് പറയാനുള്ളത് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. പലതരത്തിലുള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കപ്പാസിറ്റർ ടൈപ്പ് ഫിക്സഡ് കപ്പാസിറ്റർ, അതേപോലെ തന്നെ വേരിയബിൾ കപ്പാസിറ്റർ. അത് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വാല്യൂ. നമ്മൾ അതിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഫിക്സഡ് വാല്യൂ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുക. അതിനെ നമുക്ക് വേരി ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ വേരിയബിൾ കപ്പാസിറ്റർ എന്ന്. ലൈക്ക് നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞ പോലെ തന്നെ ഈ ഫിക്സഡ് കപ്പാസിറ്ററിൽ ഒന്നാമത്തെ ടൈപ്പ് കപ്പാസിറ്റർ ആണ് സെറാമിക് കപ്പാസിറ്റർ. അവിടെ നമ്മൾ റെസിസ്റ്റൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള മെറ്റീരിയലുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ റെസിസ്റ്റൻസിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ എന്നല്ല പറയാം, മാനുഫാക്ചറിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കപ്പാസിറ്റൻസിലും ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണോ നമ്മൾ കപ്പാസിറ്റൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് അതനുസരിച്ച് പല ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ട്. ഒന്നാമതാണ് സെറാമിക് കപ്പാസിറ്റർ. ഇവിടെ നമ്മൾ സെറാമിക് ഡൈഇലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നത്. സെറാമിക് ഡൈഇലക്ട്രിക്കിന്റെ പ്രധാന പ്രത്യേകത ഇതിന്റെ ഡൈഇലക്ട്രിക് വാല്യൂ എന്ന് പറയുന്നത് 1200 ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഹൈ കപ്പാസിറ്റൻസ് വാല്യൂ അച്ചീവ് ചെയ്യുന്നത് വിത്ത് സ്മോൾ സൈസ്, വളരെ ചെറിയ സൈസിൽ നല്ലൊരു കപ്പാസിറ്റൻസിന്റെ വാല്യൂ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെറാമിക് കപ്പാസിറ്റർ.
ഇനി മൈക്ക കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത് മൈക്കയാണ്. റൈറ്റ്, മെറ്റൽ ഫോയിൽ വിത്ത് തിൻ ഷീറ്റ് ഓഫ് മൈക്ക. അപ്പോൾ ഇത് നമ്മൾ മെറ്റൽ ഫോയിലുകൾ എന്ത് ചെയ്യും, പ്ലേറ്റ് ആക്കി വെക്കും. ആ ആൾട്ടർനേറ്റീവ് ഫോയിലുകൾ എന്ത് ചെയ്യും, നമ്മൾ മൈക്ക കപ്പാസിറ്റി ചെയ്തു. ഇനി മൂന്നാമത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ആണ്. നമ്മൾ ഇലക്ട്രോളിസിസ് പറഞ്ഞ സമയത്ത് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ടൊരു സാധനമാണ്. ഇലക്ട്രോളിക് കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോളറൈസ്ഡ് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. അതൊരു പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ് ആര്, ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ. അപ്പോൾ അതിനൊരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും, നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പൊളാരിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്റർ ആണ് ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ. അപ്പോൾ ഇതിന് 2 സ്ട്രിപ്പുകൾ ഉണ്ടാവും. ഇത് 2 സ്ട്രിപ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ 2 പ്ലേറ്റിന് പകരം 2 സ്ട്രിപ്പ് ഉണ്ടാവും. ഒന്നെങ്കിൽ അലുമിനിയം ആയിരിക്കും, അല്ലെങ്കിൽ ടാൻറ്റലം ആയിരിക്കും. ഇനി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു പേപ്പർ അല്ലെങ്കിൽ ഗോസ് സ്ട്രിപ്പ് പോലെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണെന്ന് പറഞ്ഞു. ഈ പോളറൈസ്ഡ് കപ്പാസിറ്ററിൽ പൊളാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് ഇതിന്റെ പൊളാരിറ്റി നമ്മളുടെ നിന്ന് റിവേഴ്സ് ചെയ്തു പോയി എന്ന് വിചാരിക്കാം. ആ സമയത്ത് എക്സസീവ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ എവിടെ വരും, കപ്പാസിറ്റേഴ്സിനകത്ത് വരും. അത് ആ കപ്പാസിറ്ററിനെ ഹീറ്റപ്പ് ചെയ്യാനും നമ്മുടെ കപ്പാസിറ്റർ എക്സ്പ്ലോഡ് ചെയ്യാനും വരെ സാധ്യതയുണ്ട്. അപ്പോൾ അത് പൊളാരിറ്റി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആരുടെ കേസിൽ, കപ്പാസിറ്ററിൻ്റെ കേസിൽ. റൈറ്റ്. അതാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി കഴിഞ്ഞിട്ട് അടുത്ത പറയാനുള്ളത് പേപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കപ്പാസിറ്റർ ആണ്. നമ്മൾ പേപ്പറിന്റെ ഫിലിം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മൈക്കകത്ത് ആ ഡൈഇലക്ട്രിക് യൂസ് ചെയ്തുണ്ടാക്കുന്ന കപ്പാസിറ്ററാണ് പേപ്പർ കപ്പാസിറ്റർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കപ്പാസിറ്റർ എന്ന് നമ്മൾ പറയും. ദെൻ അത് നമ്മൾ പറഞ്ഞു ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് ആണ് അതൊക്കെ. ഇനി അടുത്തതാണ് നമുക്ക് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നതാണ് അടുത്ത കാര്യം. വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ കപ്പാസിറ്റൻസിനെ വാരി ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഏരിയ, പ്ലേറ്റിന്റെ ഡിസ്റ്റൻസ്, തമ്മിലുള്ള പ്ലേറ്റിന്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വേരിയബിൾ കപ്പാസിറ്ററിൽ ഒന്നാമത്തെ ടൈപ്പ് കപ്പാസിറ്റർ ആണ് എയർ. അതിനകത്തുള്ള ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത് ആരായിരിക്കും, എയർ ആയിരിക്കും. റൈറ്റ്. നമ്മളിതിനെ ഫ്രീക്വൻസി ട്യൂണിങ്ങിനും മറ്റുമൊക്കെയാണ് ഇതിനൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്ലേറ്റുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെക്കും. അപ്പോൾ ഒരു പ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ പ്ലേറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വേരിയബിൾ കപ്പാസിറ്റൻസ് പോസിബിൾ ആവുന്നത്. റൈറ്റ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത് എയർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എയർ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വേരിയബിൾ കപ്പാസിറ്ററിലെ അടുത്ത ടൈപ്പാണ് ട്രിമ്മേഴ്സും പാഡേഴ്സും. ട്രിമ്മേഴ്സ് ആൻഡ് പാഡേഴ്സ്, അതായത് വളരെ ഫൈൻ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ കപ്പാസിറ്റേഴ്സ് ആണ് ട്രിമ്മേഴ്സ് ആൻഡ് പാഡേഴ്സ് എന്ന് പറയുന്നത്. ട്രിമ്മേഴ്സ് ആൻഡ് പാഡേഴ്സ് എന്ന് പറയുന്നത് വളരെ ഫൈൻ ആയിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ചിങ്ങായിട്ട് നമുക്ക് വളരെ ഫൈൻ ആയിട്ടുള്ള, നമ്മൾ എയർ കപ്പാസിറ്റർ നമ്മൾ കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഒക്കെ യൂസ് ചെയ്ത് വളരെ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള വളരെ ഫൈൻ വേരിയബിൾ കപ്പാസിറ്റൻസ് പോസിബിൾ ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ആണ് ട്രിമ്മേഴ്സ് ആൻഡ് പാഡേഴ്സ്. ഇവിടെ സെറാമിക്കോ അല്ലെങ്കിൽ മൈക്കോയാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക്. ഇത് ആക്ച്വലി സെറാമിക് കപ്പാസിറ്റർ ആണ് അല്ലെങ്കിൽ മൈക്ക കപ്പാസിറ്റർ ആണ്, പക്ഷേ ഇതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വേരിയബിൾ കപ്പാസിറ്റൻസ് ആണ്. റൈറ്റ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്, പ്ലേറ്റിന്റെ സെപ്പറേഷൻസ് ചേഞ്ച് ചെയ്തിട്ട്, പ്ലേറ്റ് സെപ്പറേഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെയും നമ്മൾ കപ്പാസിറ്റൻസിന്റെ വാല്യൂ, വേരിയബിൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അടുത്ത ടൈപ്പ് വേരിയബിൾ കപ്പാസിറ്റർ ആണ് വരാക്കേറ്റേഴ്സ്. വരാക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. കപ്പാസിറ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് വരാക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരാക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ചേഞ്ച് ചെയ്തിട്ട്, നമ്മൾ വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വി ഡി ആർ പോലെ തന്നെ വോൾട്ടേജ് അക്രോസ്, അതിന്റെ ടെർമിനൽ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ചേഞ്ച് ചെയ്തിട്ട് കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സിനെയാണ് നമ്മൾ വരാക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ 2 കേസിലും നമ്മൾ പ്ലേറ്റിന്റെ സെപ്പറേഷൻസ് ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക ചെയ്തിട്ടായിരുന്നു വേരിയബിൾ കപ്പാസിറ്റൻസ് അച്ചീവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ വരാക്കേറ്റേഴ്സിൽ അത് അച്ചീവ് ചെയ്യുന്നത് വോൾട്ടേജ്, അതിന്റെ ടെർമിനൽ വോൾട്ടേജ് എന്ത് ചെയ്തിട്ടാണ്, വേരി ചെയ്തിട്ടാണ് അച്ചീവ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി അത്രയാണ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് നമുക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ളത് കപ്പാസിറ്റൻസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ്. അതിലൊന്നാമത്തെ ഡിഫക്റ്റ് ആണ് ഷോർട്ട് സർക്യൂട്ടഡ് കപ്പാസിറ്റർ. ഷോർട്ട് സർക്യൂട്ട് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൈഇലക്ട്രിക് കുറേ കാലം യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഏജിങ് കാരണം അതിനൊരു ഡിറ്റേറിയേഷൻ സംഭവിക്കും. ഈ സിറ്റുവേഷനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ടഡ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ടാവാൻ കാരണം ഏജിങ് ആണ്, ഡിറ്റോറിയേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡൈഇലക്ട്രിക് പങ്ക്ചറായി, ഡൈഇലക്ട്രിക് പോയി.
അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ റേറ്റഡ് വോൾട്ടേജിനേക്കാളും ഹയർ വോൾട്ടേജ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് പഞ്ചറാവും, ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അപ്പോൾ അത് ഷോർട്ട് സർക്യൂട്ടഡ് കപ്പാസിറ്റി ലൈൻ. റെഡി? അപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് സിറ്റുവേഷൻസ് വരുന്ന ഒരുപാട് കാലം നമ്മൾ കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് കപ്പാസിറ്റൻസിൻ്റെ സിറ്റുവേഷൻ വരുന്നത്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഡിഫക്റ്റ് ആണ് ഓപ്പൺ സർക്യൂട്ടഡ് കപ്പാസിറ്റർ. ഓപ്പൺ സർക്യൂട്ടഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റിൽ നോർമൽ ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ വരികയെന്ന് വിചാരിക്കാം. ഈ നമ്മുടെ ടെർമിനലുകൾ, കപ്പാസിറ്ററിൻ്റെ ടെർമിനൽ എന്തെങ്കിലും കാരണം കൊണ്ട് പൊട്ടിപ്പോയി, ലൂസായി. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് കപ്പാസിറ്റൻസ് വരും. അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ ആയിപ്പോയി, ഇലക്ട്രോലൈറ്റ് ഡ്രൈ ആയിപ്പോയി. ആ സമയത്ത് നമ്മുടെ കപ്പാസിറ്റൻസ് ഓപ്പൺ സർക്യൂട്ടഡ് കപ്പാസിറ്റൻസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തതാണ് ലീക്കി കപ്പാസിറ്റൻസ്. ലീക്കി കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റൻസിന് ടെസ്റ്റിംഗ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്, മൾട്ടിമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞിട്ട് കപ്പാസിറ്റൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ലീക്കി കപ്പാസിറ്റർ ആണെന്ന് മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി കാണിക്കുന്നതിനേക്കാളും ലെസ് ദാൻ നോർമൽ വാല്യൂ ആണ് ഒരു ഓമീറ്റർ കാണിക്കുന്നതെങ്കിൽ, നോർമൽ കാണിക്കുന്നതിനേക്കാളും കുറച്ചാണ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ലീക്കി കപ്പാസിറ്റർ. റൈറ്റ്? അപ്പോൾ ലീക്കി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നോർമൽ കപ്പാസിറ്റൻസ് റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. ക്ലിയർ? ഇത്രയാണ് കപ്പാസിറ്റൻസിൻ്റെ ഡിഫക്റ്റുകളെ പറ്റി പറയാനുള്ളത്. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിൽ പറയുന്നത്. നമുക്ക് കുറച്ച് കണ്ടന്റ് കുറഞ്ഞ മൊഡ്യൂളാണ് മൂന്നാമത്തെ മൊഡ്യൂൾ. കാരണം ആദ്യത്തെ 2 മൊഡ്യൂളിൽ കണ്ടന്റ് കൂടുകയാണ്. പിന്നീട് അങ്ങോട്ട് മൊഡ്യൂളിൽ പോകുന്നതിനനുസരിച്ച് കണ്ടന്റുകളുടെ എണ്ണം കുറഞ്ഞ് നിങ്ങൾ സിലബസ് തന്നെ നോക്കിയാൽ കണ്ടറിയാം. ആദ്യത്തെ 2 മൊഡ്യൂൾ ഒരുപാടുണ്ടായിരുന്നു, കുറഞ്ഞ് 10ാമത്തെ മൊഡ്യൂൾ എത്തിയപ്പോൾ വെറും 2 ലൈനായി. അപ്പോൾ ഞാൻ ഈ റിവിഷൻ സ്ലൈഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഓൺലി ബേസ്ഡ് ഓൺ ദ പ്യുവർ സിലബസ്. അതിൻ്റെ പുറത്തേക്ക് ഒന്നും ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷെ താഴെ റെഡ് ഫോണ്ടിൽ കുറച്ച് സാധനം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും പുറത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രം. പക്ഷേ ഞാൻ ഈ സിലബസിൽ എന്തൊക്കെ ടോപ്പിക്കാണോ, എന്തൊക്കെ വരികളാണോ, എന്തൊക്കെ ഹെഡിങ് ആണോ, എന്തൊക്കെ മൊഡ്യൂളാണോ കൃത്യമായി പറഞ്ഞത് അതിന് അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒരു മൊഡ്യൂള് 1 മണിക്കൂർ വീഡിയോ എടുത്ത് റിവൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് ഇത് മാത്രം പോരാ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഇത് മാത്രം നോക്കിയിട്ട് പോയാൽ മതി എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് മാത്രം എടുക്കുക. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ആർക്കെങ്കിലും ഇതിൻ്റെ സ്ലൈഡ് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് ചെയ്ത് തരും സ്ലൈഡ്. നോ ഇഷ്യൂ. എല്ലാ മൊഡ്യൂളിൻ്റെയും 10 മൊഡ്യൂളിൻ്റെയും സ്ലൈഡ് അവൈലബിൾ ആണ്. സ്ലൈഡ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം. ഓക്കെ, എനിവേ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.